വീണ്ടും നമ്മൾ വളരെ ചെറിയ പ്രൈസിലുള്ള നല്ല ബൈക്കുകളുടെ വീഡിയോയുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു നല്ല വാഹനം കിട്ടിയിട്ടുണ്ട്. പാഷൻ പ്രോയാണ്. കാര്യമായ തകരാറുകളൊന്നും തന്നെ ഇല്ലാത്ത സെൽഫ് സ്റ്റാർട്ടോട് കൂടിയ നല്ല അലോയ് വീലുകളൊക്കെയുള്ള നല്ല കിടിലൻ പാഷൻ പ്രോയാണ്. നിങ്ങൾ ഈ കാണുന്ന കാഴ്ചയിലുള്ള പോലെ തന്നെ യാതൊരു വിധത്തിലുള്ള പെയിന്റ് നഷ്ടമോ സ്ക്രാച്ചോ ഞണക്കങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ അതിമനോഹരമായ ഒരു വാഹനം തന്നെയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ചെറിയ സ്ക്രാച്ച് ഉണ്ടോ മുൻഭാഗത്ത് വൈസറുമേയും അതുപോലെ തന്നെ മഡ് ഗാർഡുമേയും വളരെ അപൂർവമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള സ്ക്രാച്ച്. മറ്റു വിശേഷങ്ങൾ കിടക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വാഹനം ഇരിക്കുന്നത്. നല്ല വണ്ടിയാണ്. സെൽഫ് സ്റ്റാർട്ടോട് കൂടിയ ഒരു ബൈക്കാണ്. നല്ല മൈലേജ് ഉള്ള ഒരു വാഹനം അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പാഷൻ പ്രോ ആണ്. ചെറിയ മുതൽ മുടക്കിൽ അത്യാവശ്യ സൗകര്യങ്ങളോട് സെൽഫ് സ്റ്റാർട്ടും അലോയ് വീലും അതുപോലെ തന്നെ നല്ല മൈലേജ് ഒക്കെയുള്ള ഒരു വണ്ടി, അത്രയാണ് ഇതിനെപ്പറ്റി ഉദ്ദേശിക്കേണ്ടതുള്ളൂ. 2011 സെപ്റ്റംബർ മോഡലാണ് നമ്മുടെ ഈ വാഹനം. അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ട് ഉണ്ട്. പിന്നെ പറയാനുള്ളത് സീറ്റ് പുതിയത് അടിച്ചതാണ്. ഈ കാണുന്ന പോലെ പുത്തൻ സീറ്റാണ്. അത് ഇപ്പൊ തന്നെ അടിച്ചിട്ടുള്ളൂ. സെൽഫ് സ്റ്റാർട്ടൊക്കെ ഒറ്റയടിക്ക് നല്ല സ്റ്റാർട്ടാണ്. അതുകൊണ്ട് ബാറ്ററി ഒന്നും വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6ാം മാസം വരെ ഇൻഷുറൻസ് ആണെങ്കിൽ 4ാം മാസം വരെ ഉണ്ട് കേട്ടോ. ഇനി ടയറുകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് ടയറിന്റെ കപ്പാസിറ്റി ഏകദേശം 40% അടുത്തും ബാക്ക് ടയർ 80% അടുത്തും കപ്പാസിറ്റി ബാക്കിയുണ്ട്. എഞ്ചിനൊക്കെ വളരെ നല്ല കണ്ടീഷനാണ്, നല്ല സ്മൂത്ത് ആണെന്നാണ് പറഞ്ഞത് സെല്ലർ. അപ്പൊ നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കി തൽക്കാലം അതിന്റെ ശബ്ദവും അത് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ചെറിയ ബഡ്ജറ്റിലെ മികച്ച വാഹനം എന്നൊക്കെ വേണമെങ്കിൽ ഈ വാഹനത്തെ പറ്റി പറയാം. നമ്മുടെ പുതുക്കാടാണ് വാഹനം ഇരിക്കുന്നത്. ഇനി എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വാഹനം വിറ്റ് പോയെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ താഴെയുള്ള ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്ത് വാഹനം വിറ്റ് പോയി എന്ന് പറഞ്ഞ് ഫസ്റ്റ് കമൻറ്റ് നമുക്കത് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം സെല്ലറെ വിളിക്കാനായിട്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാം. അതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ മിക്കപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ വാഹനം വാങ്ങാനുള്ളവരാണ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ വിളിക്കുന്നത്. നമ്മൾ വാഹനം വാങ്ങുന്ന ഒരു വീഡിയോയിൽ കാണിക്കുന്ന നമ്പറും വാഹനം വിൽക്കാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറുമാണ് വിളിക്കുക. വാഹനത്തിന്റെ വില എന്ന് പറയുന്നത് വെറും 21,000 രൂപ മാത്രമാണ്. ചെറിയ രീതിയിലുള്ള നെഗോഷ്യബിൾ സാധ്യത സെല്ലർ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക, വില പേശ പേരിലേക്ക് മാറ്റാൻ നോക്കുക. ചെറിയ ബഡ്ജറ്റിലെ മികച്ചൊരു വാഹനം തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ.